ലോകത്തെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികളൊക്കെ നോമ്പിലാണ്. അപ്പോൾ നോമ്പ് എന്നുള്ളത് ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്ന, അഥവാ മതവിശ്വാസികളൊക്കെ നോമ്പെടുക്കുമ്പോഴും അത് ഉൾക്കൊണ്ടും അതുപോലെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടൊക്കെയാണ് എല്ലാവരും കൂടെ നോമ്പുകാലം ഇങ്ങനെ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നത്. അപ്പോൾ നോമ്പിൽ ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായിട്ട് നമുക്ക് പറയാനുണ്ട്. അതിൻ്റെ ഒരു വിശപ്പറിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പരസ്പരം ഉൾക്കൊള്ളുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ സംസാരിച്ചു തുടങ്ങാൻ തോന്നുന്നു. അതെ, ഇപ്പോൾ ലോകത്ത് ഉള്ള ജനങ്ങളിൽ 7.5 മില്യൺ ആളുകൾ യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം വിശപ്പറിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏകദേശം 9% വരും. അതായത് 11 ആളുകളെ നമ്മൾ എടുത്താൽ അതിൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂണിസെഫിൻ്റെ കണക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്നവർക്കറിയോ എന്താണ് വിശപ്പ് എന്നുള്ളത്. ഈ 11-ൽ ഒരാൾ വിശപ്പറിയുന്നു, പട്ടിണി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇസ്ലാം പറയുന്നത് നിങ്ങൾ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് വിശപ്പറിയാത്ത ആളുകളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് സമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്. എന്നാൽ ഭക്ഷണം കിട്ടാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ വേദന, അവരുടെ പ്രയാസം, അവരുടെ വികാരം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആണ്ടിലൊരിക്കൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. നേരിട്ടറിയുക എന്നുള്ളത്. അതായത് എന്താണ് വിശപ്പ് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് നമ്മൾ നേരിട്ടറിയാൻ വേണ്ടിയിട്ട് ഇസ്ലാം രാവിലെ സുബഹി മുതൽ വൈകിട്ട് മഗ്രിബ് വരെ പട്ടിണി കിടക്കാനാണ് നമ്മോട് ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ഒരാൾക്ക് അസർ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ശരീരം തളർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ചും ഒരു 11 മാസക്കാലം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ബയോളജിക്കൽ സൈക്കിൾ തന്നെ മാറുമ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസമൊക്കെ ആയിരിക്കും കൂടുതൽ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി എന്താണ് ശരിക്ക് പട്ടിണി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിലൂടെ സാമൂഹികമായിട്ടുള്ള ഒരു ഉൾക്കൊള്ളൽ, ഒരു മനസ്സിലാക്കലാണ് നോമ്പിലൂടെ വിശ്വാസികൾ ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പറയുന്നുണ്ട്, ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്നവർക്ക് ഒരു പക്ഷേ മറ്റുള്ളവരുടെ പ്രയാസം അറിയാൻ പറ്റുകയില്ല എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കുന്നത് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പട്ടിണി കിടക്കുമ്പോഴാണ് മറ്റുള്ള ഒരാളുടെ പ്രയാസം നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ അവരൻ്റെ വേദന കൂടി അറിയുകയും അതനുസരിച്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റുള്ളവരെ ഊട്ടാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവരെ ഭക്ഷിപ്പിക്കാൻ നമുക്ക് മാനസികമായി നമ്മൾ തയ്യാറെടുക്കുക കൂടി ചെയ്യുകയാണ് നോമ്പിലൂടെ. സാധാരണ അങ്ങനെ പറയലുണ്ടല്ലോ, പറയാനൊക്കെ എളുപ്പമാണ്, അത് നേരിട്ട് അനുഭവിക്കണം എന്ന് പറയാറുണ്ട്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്നുള്ളത്. അപ്പോൾ പൊതുവിൽ നോക്കുന്ന സമയത്ത് എത്ര നേരമൊക്കെ 13 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ ഇങ്ങനെ വിശപ്പ് സഹിച്ച്, അത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ആശ്ചര്യമായിരിക്കും. പക്ഷെ അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അതും ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നടക്കുകയും ചെയ്യും. അപ്പോൾ നിരന്തരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വിശപ്പ് അനുഭവിക്കാനാവുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതറിയാന്നുള്ളതാണ്. ലോകത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ഒരു അപ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒരു ആത്മീയ ഊർജ്ജം കൂടി ഉണ്ട്. ആ ഊർജ്ജം നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്താണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇസ്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് കൂടി നമുക്ക് എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് കൂടി പങ്ക് വെക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. ഇപ്പോൾ അത് ശരിക്കും നമ്മൾ ഈ നോമ്പിൻ്റെ നമ്മുടെ കേരളീയ പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ നോമ്പെടുക്കുന്നവരോടൊപ്പം മറ്റുള്ളവർ പങ്കുകൊള്ളുന്നു എന്നുള്ള മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ക്യാമ്പസിലായാലും മറ്റൊക്കെ നോമ്പെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ബഹുമാനവും പ്രത്യേക പരിഗണനയുമാണ് നോമ്പെടുക്കുന്നവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നോമ്പുകാരനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ഒരു
മറ്റൊരു സഹോദര മതവിശ്വാസിയാണെങ്കിൽ അവന് എന്നോട് ഒരു നോമ്പ് കാലത്ത് ഒരു പ്രത്യേക സ്നേഹം നമുക്ക് കാണാം. അത് തിരിച്ചും കാണാം. ഇപ്പോൾ മറ്റുള്ള മതങ്ങളിലെ നോമ്പ് കാലത്ത് നമ്മൾ അവരെ പരിഗണിക്കുന്ന, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കുന്ന പരിഗണിക്കുന്ന ഒരു കാലം കൂടിയാണ് നോമ്പ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. നോമ്പ് കാലത്തെ ഒരു നന്മകൾ, എങ്ങും നന്മകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർ നോമ്പെടുത്ത് പോകുന്ന ഒരു ആരാധനാകർമ്മം മാത്രം നടന്നു പോകുന്നു എന്നുള്ളതല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് നമ്മൾ നേരിട്ട് തന്നെ അനുഭവമുള്ളതാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെമ്പാടും തന്നെ ഇത് തന്നെയാണ് ചിത്രം. നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കാലം മുതൽ നമ്മൾ ചെറുപ്പകാലം തൊട്ടേ സ്കൂളിൽ തന്നെ നോമ്പെടുത്ത് നോക്കുന്ന സമയത്ത് നോമ്പുകാരന് മുന്നിൽ വെച്ച് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നില്ല. അതേപോലെ തന്നെ അതിൽ തന്നെ വേറൊരു കാര്യമുള്ളത്, വിശപ്പറിയാന്നുള്ളതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട്, അത് ശരിയാവട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നോമ്പെടുക്കുന്ന എത്രയോ വിശ്വാസികൾ അല്ലേ, മുസ്ലിം വിശ്വാസികളല്ലാത്തവരുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ റീൽസ് വരുന്നുണ്ടല്ലോ, മകനെ കൊണ്ട് നോമ്പെടുപ്പിച്ചു, അല്ലെങ്കിൽ മകൻ നോമ്പെടുക്കാൻ ആഗ്രഹം പറഞ്ഞു. അത് അത്ര വലിയൊരു ഓരോരോ അല്ലേ, അതിനോടൊരു ചേർന്ന് നിൽക്കലും അതുപോലെ തന്നെ ഇതിനൊരു ഉൾക്കൊള്ളലും കൂടിയാണ്. തീർച്ചയായിട്ടും അത് ആരാധന എന്നതിലപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു സാമൂഹിക വശത്തിലേക്ക് മറ്റുള്ളവർ കൂടി അതിലേക്ക് ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഇസ്ലാമിലെ നോമ്പിൻ്റെ ഒരു ആരാധന കർമ്മമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുണ്യവും ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടല്ലായിരിക്കും അതിൻ്റെ ഒരു സാമൂഹികമായ വെർഷൻ അവർ ഉൾക്കൊള്ളുകയാണ്. അതിലൂടെയാണ് അവർ അതിൻ്റെ ഭൗതികമായൊരു സംവിധാനമാണ് പട്ടിണി കിടക്കുക എന്നുള്ളത്. അതിലേക്ക് അവർ കൂടി ചേർന്ന് നിൽക്കുക. അവർ അത്താഴം വരെ കഴിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ചില വീഡിയോകളിൽ ബാങ്ക് കൊടുക്കുന്നവരെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതിലൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നോമ്പിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് മറ്റുള്ളവർ കൂടി വരുന്നു. അതിലൂടെ പട്ടിണി അറിയുക, അതാണല്ലോ നമ്മളെ ഈ വിഷയം തന്നെ അതാണ്, പട്ടിണി അറിയുക എന്നുള്ളത്. ഈ പട്ടിണി അറിയുന്നതോടൊപ്പം മറ്റുള്ളവരുടെ വേദന കൂടി മനസ്സിലാക്കി അത് പട്ടിണി കിടക്കുന്നവരെ അല്ലെങ്കിൽ വിഷമതകൾ അനുഭവിക്കുന്നവർക്ക് സഹായകരമാകുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സ് പരിവർത്തനം ചെയ്താൽ അതായിരിക്കും നോമ്പിൻ്റെ ഏറ്റവും വലിയ സാമൂഹികമായി കിട്ടുന്ന ഒരു റിസൾട്ട്. എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കൽ മാത്രമല്ല, നോമ്പ് കാലത്ത് ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികൾക്കൊക്കെ വേറെയും കുറേ കാര്യങ്ങൾക്ക് പുണ്യമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ പുണ്യങ്ങളും പ്രസരിക്കപ്പെടുന്നുണ്ട്, അതെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. നേരത്തെ നോമ്പെടുക്കുന്ന കാര്യം തന്നെ പറഞ്ഞല്ലോ, ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഭക്ഷണത്തിലെ സാമ്യത. ഇപ്പം മറ്റുള്ളവർ നോമ്പെടുക്കുമ്പോൾ പോലും അവരും നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടാണ്. അപ്പം അതൊക്കെ ഒരു ചേർന്ന് നിൽക്കുകയാണല്ലോ, പകർത്തിയെടുക്കുക എന്നുള്ളത്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ നോമ്പ് തുറക്കുന്ന നേരത്ത് ബസ്സുകളിലൊക്കെ ഇങ്ങനെ ഇഫ്താർ കിറ്റുകളുണ്ടല്ലോ, എല്ലാവർക്കും കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് നോമ്പെടുത്തവർ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ മുസ്ലിം മതവിശ്വാസികളാവണമെന്നില്ല, എല്ലാത്തവർ തന്നെ ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ. അങ്ങനെ തുടങ്ങി നോമ്പ് കാലത്തുണ്ടാകുന്ന വലിയൊരു സോഷ്യൽ ഇമ്പാക്റ്റ്. ഇനി നമുക്ക് ഇതിലൂടെ ചേർത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ ഈ ദാനധർമ്മങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഒരു നോമ്പെടുത്തോണ്ട് മാത്രം ഒരു 30 ദിവസം പൂർത്തിയാക്കലല്ലോ ഈ നോമ്പ് കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ദാനധർമ്മങ്ങളും വ്യാപകമായിട്ട് എല്ലാവരും ശീലിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു കാലം കൂടിയാണ്. അത് തീർച്ചയായിട്ടും ഈ റമദാൻ മാസം എന്നുള്ളത് ഈ സക്കാത്ത് എന്നുള്ള പദം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാസമാണ് റമദാൻ മാസം. അത് വേറെ രീതിയാണെങ്കിൽ പോലും സക്കാത്തുണ്ടോ എന്നുള്ള അതൊരു സക്കാത്തല്ല, സക്കാത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. അപ്പോൾ ഇത് ധർമ്മം അത് ആർക്കായാലും ആവശ്യക്കാർക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ റമദാനിൻ്റെ നോമ്പുതുറയുടെ ഭക്ഷണങ്ങളായാലും മറ്റും അത് ആരാധനയുടെ ഭാഗമല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇഫ്താർ എന്നുള്ളത് ഇസ്ലാമിക ആരാധനയാണ്, ഒരു ഇബാദത്താണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം ആർക്കും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിൽ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വ്യാപകമായ ഒരു കൾച്ചറാണ്, വലിയൊരു ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ തന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ വളരെ
കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് ബസ്സിലൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഉണ്ടാവും. ഈ ബസ്സിൽ കൊടുക്കുന്ന സാധനം അത് നോമ്പുകാരെ മാത്രം കൊടുക്കുമ്പോൾ അവിടെ ഒരു മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നോമ്പുകാരന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ആണെങ്കിൽ പോലും ഇത് ഫ്രൂട്ട്സ് ആണല്ലോ, ഇതെല്ലാവർക്കും കഴിക്കാവുന്നതാണ്, ജ്യൂസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ തരത്തിൽ കൂടി മറ്റുള്ള ജനങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് നമ്മൾ ഈ നോമ്പ് കാലത്തെ മാറ്റണമെന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ദാനധർമ്മങ്ങൾ, സക്കാത്ത് എന്നുള്ളത് ആരാധനയാണ്. അതുപോലെ തന്നെ സ്വതക്ക നമുക്ക് ആർക്കും കൊടുക്കാവുന്ന, ആവശ്യക്കാർക്ക് ആരായാലും, അതിൽ മതം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈ ധർമ്മങ്ങൾ അത് നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്കും നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ വികസിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ നോമ്പിൻ്റെ അവകാശികളാകുക എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പം ഏറ്റവും അവസാനം ഈ നോമ്പ് അവസാനിക്കുന്നത് പെരുന്നാളിലാണ്. അപ്പോൾ ഇസ്ലാം പറയുന്നത് നിങ്ങൾ നോമ്പ് നോറ്റത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകണമെങ്കിൽ ഒരു കടമ്പ കൂടിയുണ്ട്, അത് ഫിത്ർ സക്കാത്ത്. ഈ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മാത്രമേ ഈ നോമ്പുകാരൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമാകുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായി ഒരു മാസം ആരാധന ത്യജിച്ചുകൊണ്ട് പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ പോലും അവിടെ ഒരു കവാടമുണ്ട്, ഫിത്ർ സക്കാത്ത് എന്നൊരു കവാടം. വലിയൊരു നന്മ കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് ചെറുപ്പം മുതൽ നന്മകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന, അത് ആരംഭിക്കുന്ന ഒരു ഘട്ടം കൂടി റമദാൻ മാസം എന്ന് പറയുന്നത്. അത് നോമ്പാവട്ടെ ഈ സഹായങ്ങളാവട്ടെ, അത് ഏറ്റവും വലിയ പരിശീലനമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സഹായങ്ങളൊക്കെ കൊടുക്കുന്നത് കുറേ പണക്കാരായ ആളുകൾ മാത്രമൊന്നുമല്ലല്ലോ. ചെറിയ കുട്ടി പോലും എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ഈ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന സഹായങ്ങളുണ്ട്, പള്ളികളിൽ നടക്കുന്ന സഹായങ്ങളുണ്ട്. അതേപോലെ തന്നെ റമദാൻ മാസം കംപ്ലീറ്റ് ആയിട്ടും ഏകദേശം കച്ചവടക്കാരും സമ്പത്ത് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും അതിൽ നിന്ന് നടക്കും പുണ്യമുണ്ട്. ദാനധർമ്മങ്ങൾ പിന്നെ അപകടങ്ങളെ തടയുന്നുള്ള ആദ്യ ഹദീസിൽ നിന്നൊക്കെ പാട് ഉൾക്കൊണ്ടിട്ടും അല്ലാതെ ഇങ്ങനെ ഇതൊരു ആക്ച്വലി കഴിവുള്ളവർ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും കൂടെ ഇതിൻ്റെ പുണ്യം മനസ്സിലാക്കിയിട്ട് കൊടുക്കൽ പരിശീലിക്കും. ഇപ്പോൾ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്, ഈ ഉപ്പമാർ ചെറിയ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയുടെ വരാന്തകളിലും വഴികളിലൊക്കെ ആവശ്യക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഉപ്പമാർ പൈസ എടുത്ത് മക്കളെ ഏൽപ്പിക്കുന്നു എന്നുള്ളത്. കാരണം അതിൽ നിന്ന് വലിയൊരു മെസ്സേജാണ് കൈമാറുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കൊടുക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളിൽ ഉള്ളതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അത് എത്ര ആയിക്കോട്ടെ ചെറുതായാലും. അപ്പോൾ അത് വലിയൊരു മെസ്സേജ് ആളുകൾക്ക് കൈമാറുന്നു. ചെറിയ കുട്ടികളെ കൊണ്ട് പൈസ കൊടുപ്പിക്കുന്നു. അത് കുട്ടികളെ ഈ പ്രായത്തിൽ തന്നെ ആവശ്യക്കാരിലേക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ പണം എന്ന് പഠിപ്പിക്കുക കൂടി ചെയ്യാം. ചുരുക്കത്തിൽ നോമ്പുകാലം എന്നുള്ളത് ഒരു നോമ്പെടുക്കുന്ന ആരാധനാകർമ്മം നിർവഹിക്കുന്ന കാലം മാത്രമല്ല, ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റ് ഈ നോമ്പ് കാലത്ത് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ പോസിറ്റീവിൻ്റെതാണ്, നന്മകൾ പ്രചരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ നോമ്പ് ഇങ്ങനെ പരസ്പരം സാഹോദര്യം പറയാനും അത് മറ്റുള്ളവർക്ക് ഇസ്ലാമിൻ്റെ നന്മ അറിയാനും അതനുസരിച്ച് യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാനുമുള്ള ഒരു നോമ്പുകാലമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.